ഓ സന്തോഷം. എന്തായാലും കൺഗ്രാചുലേഷൻസ്. കാരണം ഇത്രയും നന്നായിട്ട് അത് ഇവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ചു, നന്നായിട്ട് അത് ഷൂട്ട് ചെയ്തു. വളരെ സന്തോഷം. ഇത് കോട്ടയത്തല്ലേ ഈ സ്ഥലം? കോട്ടയം. നമസ്കാരം. മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ കമൽ സാറാണ്. അദ്ദേഹത്തിന്റെ തന്നെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന അഴകിയ രാവൺ എന്ന സിനിമയിലെ ഒരു രംഗം അത് റീൽസിന്റെ രൂപത്തിൽ അവതരിപ്പിച്ച് പ്രശംസ പിടിച്ചു പറ്റുകയും അദ്ദേഹം തന്നെ അവരെ വിളിച്ച് നേരിട്ട് അഭിനന്ദിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. മമ്മൂട്ടി തകർത്തഭിനയിച്ച അഴകിയ രാവണിലെ ആ റീൽസ് രംഗവും അതോടൊപ്പം തന്നെ നമുക്ക് ആ സ്നേഹക്കൂട്ടിലെ ആ റീൽസ് അവതരിപ്പിച്ച അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇത് റിപ്പോർട്ടർ TV ആണ് ഈ വാർത്ത ഇന്നലെ കൊണ്ടുവന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അതെ അതെ, കോട്ടയത്താണ്. 100 കണക്കിന് അമ്മമാരുണ്ട് കേട്ടോ അവിടെ. എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ ഈ സന്തോഷ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നമുക്കിത് കാണുമ്പോൾ ജീവിതത്തിനോടുള്ള ഒരു പ്രത്യാശ കൂടുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ ഒരുപാടുണ്ട്. അവരാരും നിരാശരാകേണ്ടതില്ല. പുതിയ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് എന്തും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സന്തോഷിക്കുക. ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. വളരെയധികം സന്തോഷം. നമ്മളിവിടെ ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇവരുടെ പ്രായം ശരിക്കും അമ്മയ്ക്ക് 92 വയസ്സാണ്, അച്ഛന് 89 വയസ്സാണ്. അതുകൊണ്ടാണ് ഈ കേൾക്കുന്നതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായത്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപടി അവരത് ചെയ്യാറുണ്ട്. ശരിക്കും ഇവരിലൊക്കെ പുറകിക്കിടക്കുന്ന ഒരു ശരിക്കും കലാകാരന്മാരാണ്. ഇവരൊക്കെ വീടുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട് സ്നേഹക്കൂട്ടിലെത്തിയവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തുടങ്ങിയ ഒരു ചെറിയൊരു സംഭവമാണ് ഈ റീൽസ്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ അവർക്ക് സ്റ്റാറാകാൻ പറ്റി. ഒരുപാട് ആളുകൾ അവരെ അറിയുന്നുണ്ട്. അതുപോലെ സാറിനെ പോലെ ഉള്ള ആളുകൾക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതിനകത്ത്. ഇവർക്ക് അത് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു പ്രായത്തിൽ സാറിനോട് സംസാരിക്കാൻ പറ്റിയത്, സാർ ഇവരെ കാണാനായിട്ട് ലൈവിൽ വന്നത്, അതൊക്കെ എത്രമാത്രം ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ഇത് തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര നാളായി വർഗീസ് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് സ്നേഹക്കൂട്ടിൽ? കുറെ കാലമായോ? ഇവര് വന്നിട്ട് വർഗീസച്ചൻ വന്നിട്ട് 5 വർഷമായി. അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് സ്നേഹക്കൂട്ടിലെത്തിയ ഒരാളാണ്. അതുപോലെ നമ്മളെ അന്നമ്മ 6 മക്കളുണ്ട്. 5 മക്കൾ മരണപ്പെട്ട് ഒരു മോൻ വയ്യാതെ വന്നപ്പോൾ നോക്കാൻ ആരും ഇല്ലാതെയാണ് അമ്മ കട്ടപ്പനയിൽ നിന്നാണ് സ്നേഹക്കൂട്ടിലെത്തുന്നത്. അമ്മ വന്നിട്ട് 3 വർഷമായി. അച്ഛൻ ഒരുപാട് റീൽസ് ചെയ്യുന്ന ഒരാളാണ്. അമ്മ ഈ അടുത്ത കാലത്താണ്, 1 വർഷമായുള്ളൂ റീൽസുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്കിലും ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്ന ഈ റീൽസ് എല്ലാം ഭയങ്കര ഹിറ്റാകാറുണ്ട്. കാരണം ഇവരുടെ ഒരു പ്രായവും അവരുടെ ഒരു അഭിനയവും ഒക്കെ വെച്ചിട്ടാണ് അതെല്ലാം ഹിറ്റാകാറുള്ളത്. അവര് ശരിക്കും അവർക്ക് ഇതിന്റെ ഒരു ഒരു സന്തോഷം എത്രമാത്രം പങ്കുവയ്ക്കാൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്നേഹക്കൂട്ടിലെ ഒരുപാട് അച്ഛനമ്മമാരെല്ലാം റീൽസ് അവതരിപ്പിക്കുന്നുണ്ട്. മിക്കവർക്കും മടിയാണ് റീൽസ് അവതരിപ്പിക്കാൻ. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അവരാരും ഇതിന് ശ്രമിക്കാത്തത്. മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതം നോക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അവരത് അവതരിപ്പിച്ച ആ മനോഹരമായ റീൽസും കൂടെ നമുക്കൊന്ന് കാണാം. തോറ്റ് തിരിച്ചു പോകാൻ ശങ്കർദാസിന് മനസ്സില്ല. എനിക്കവളെ കൊണ്ടുപോകണം. വിളിക്കേ. അവൾ എന്റെ ഭാര്യയാണ്. അവൾ എന്റെ കൂടെയാണ് ജീവിക്കുന്നത്. എന്റെ കൂടെ വരാൻ പറ്റില്ല എന്ന് അവളെങ്ങനെ തീരുമാനിക്കും? വിളിക്കവളെ. കുട്ടിശങ്കര? അതെ, കുട്ടിശങ്കരനാണ്. എന്നാലും ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ നീയെ? പറഞ്ഞില്ല. പറയാൻ ഇതുവരെ ധൈര്യം വന്നില്ല. ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. പണ്ട് ഈ മുറ്റത്തുനിന്ന് ചോദിക്കാത്തൊരു കന്നിമാങ്ങ പോലും കുട്ടിശങ്കരൻ എടുത്തിട്ടില്ല. പക്ഷെ ഇത് ചോദിക്കാതെ പറയാതെ മോഹിച്ചു പോയതാണ്. എനിക്കവളെ കൊണ്ടുപോകണം.
പോകാൻ കഴിയുന്നില്ല. ഞാൻ കാട്ടിക്കുട്ടി ഒരുപാട് അബദ്ധങ്ങളുടെ ഫലമാണ് നിനക്ക് സംഭവിച്ചു പോയ ഒരു അബദ്ധം. അത് തുറന്നു പറയാനുള്ള മനസ്സ് നിനക്കുണ്ടായി. ആ മനസ്സ് കാണാതെ ഞാൻ പോയാൽ ഇത്രയും കാലം കുട്ടിശങ്കരൻ നിന്നെ സ്നേഹിച്ചതിന് എന്താണ് അർത്ഥം? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ പരിശുദ്ധിയോടും കൂടി നീ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എനിക്കത് മതി. വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ കുട്ടിശങ്കരനോട് സ്നേഹമാണ്.